ഓ അമ്മ തൂത്തുവാരണ സ്കൂളിൽ പോയി ഇറങ്ങിയല്ല വാവാ. അച്ഛനെ വിളിച്ച് പോവോ കേട്ടാ. നന്നായിട്ട് കളിക്കണേ. ഇത്ര ദിവസമായി ഡാൻസിൽ പോയിട്ട്. എന്തൊരു ഉമ്മിസോളാ? അതാര് അതാര് അതെന്നെ ഞാൻ ചോദിച്ചു. അതാര്? ഓ വാവ കളിക്കണം. വാവ ഡാൻസ് സ്കൂളിൽ പോണ കളിക്കാനല്ലേ. പിന്നെ പോയിട്ട് വെറുതെ അങ്ങ് വരാൻ പറ്റുമോ? എന്തോന്ന് ചെയ്യണ കുഞ്ഞാ? എന്തിരുത് അപ്പൂപ്പന്താടി തൂത്തുവാരനാ? ഇന്നെന്തൊരു കൂട്ടം ഭയങ്കര ഇന്ന് കൂട്ടായി തോരൻ ചെറുക്കൻ്റെ പറയാ ഇറച്ചി മച്ചീനി മച്ചോണ്ട് വരാൻ പറയാ. തോരൻ വെച്ചല്ല, തോരൻ വെച്ച് മീൻകറി വെച്ച് ഒഴിക്കാനും വെച്ചു. മൂന്നതിന്റെ ഒരു കൂട്ടം ഉണ്ടാ. ഓ തോരൻ വെച്ച് മീന് വെച്ച് ഒഴിക്കാൻ വെച്ച്. ചെറുക്കന്റെ പറയാ ഇറച്ചി വാങ്ങിച്ചോണ്ട് വരാൻ പറയാ. എനിക്ക് നിങ്ങള് പറ മോനെ ഇറച്ചി വാങ്ങിച്ചോണ്ട് വരേ. മോന്റെ പറ വാങ്ങിച്ചോണ്ട് വരാൻ പറ. വാങ്ങിക്കും വാങ്ങിക്കും വാങ്ങിക്കും. നിങ്ങള് പറ, നിങ്ങള് പറഞ്ഞാലും കേക്കണ്ടേ. ചെറുക്ക ഇറച്ചി വാങ്ങിച്ചോണ്ട് ഇറച്ചി കൂട്ടാൻ വയ്ക്കാൻ ഇറച്ചി വാങ്ങിച്ചോണ്ട് വരെ. ശരിയെന്നല്ലേ പറയുമ്പോലെ. മിനിഞ്ഞാന്നല്ലേ നിങ്ങള് കോഴിക്കറി വേണമെന്ന് വെച്ച് മിനിഞ്ഞാന്നല്ലേ നിങ്ങൾ കോഴിക്കറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇപ്പൊ പറയെ എന്ന് ഇറച്ചിനെ ഭയങ്കര കൊതിയാവേണല്ലോ. വേണ്ടേ വേണ്ടേ എന്ന് ഇറച്ചി എന്നെ പിച്ച് മിണ്ടായി കുഞ്ഞാ. എന്നും ഇറച്ചി തിന്നാനൊന്നും പാടില്ല. എന്നും ഇറച്ചി തിന്നാലേ കൊഴുപ്പ് കയറും. കുഞ്ഞി എന്നും ഇറച്ചി തിന്നാ കൊഴുപ്പ് കയറും. ഒഴിക്കാൻ മീൻകറി തോരൻ ഇത് മതി. മതിയല്ലോ? ഉറപ്പിച്ചല്ല? മുറിവ് കരിഞ്ഞാ? കരിഞ്ഞില്ലേ? എന്നാലും വരും. എന്നാലും ഉണ്ടടിച്ചിട്ട് എവിടെ വീണത്? അവിടെ മണ്ണിന്റെ പുറത്തുകൂടെ വരുന്നത് തന്നെ. സ്ഥിരം തന്നെ അമ്മ. എപ്പോഴും മുഖത്തിന് ഒരു പാട്, മുഖത്ത് ഒരുപാട് എപ്പോഴും പാട് കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. മുഖത്ത് ഐശ്വര്യമില്ല. മുഖത്തിന് ഐശ്വര്യം ഇല്ലെന്ന് നോക്കട്ടെ. പോട്ടാ, സാരമില്ല. കരിഞ്ഞ് ഇങ്ങനെ തോണ്ടി ഇളക്കല്ലേ കേട്ടാ. ഈ ഉണങ്ങി വരുമ്പോഴത്തേക്കും പുളുക്ക് ഇങ്ങനെ ഇളക്കരുത്. ഇളക്കി അത് വീണ്ടും പഴിക്കേ ഉള്ളു മുറിവ് കേട്ടാ. മാറി ഞാൻ തൂത്തുവാരട്ട്. ഉണ്ടച്ചി വീഴും. എവിടെ ആര് ശ്രദ്ധിച്ചാലും ഉണ്ടച്ചി വീഴും. വീഴോ? ഞാൻ ചെയ്യാം. ഗുളികന്നോണ്ടിരിക്കണ് ഉരുണ്ടടിച്ച് വീഴാതിരിക്കാനാ. എന്നാലും ഉണ്ടടിച്ചിട്ട് വീഴും. ഈ പിച്ച് വന്ന് ഉണ്ടടിച്ചിട്ട് വീഴും. അമ്മ ഇത് പിച്ച് വന്നതല്ലല്ലോ. ഇത് നിങ്ങൾ ഈ ചുമ്മാ ഇങ്ങനെ നടന്ന് വീണല്ലേ. മര്യാദക്ക് കാല് തറയിൽ ഉറപ്പിച്ച് നടക്കണം, മനുഷ്യര് നടക്കും പോലെ. അല്ലാതെ എല്ലാ വിരലും ഇങ്ങനെ വെച്ചിട്ട് ജുറാസിക് പാർക്കിലെ ജിറാഫ് നടന്നിട്ട് അത് നടക്കും കണക്ക് ഇങ്ങനെ ഡൈനോസർ ഇങ്ങനെ ഇരിക്കും വിരല് മുഴുവൻ. എന്നിട്ട് നടക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണ വിരല്. നടക്കണമെന്ന് വിചാരിച്ചാ പൊത്തോനെ വീഴൂലേ. അതെന്തിനാ എവിടെ പട്ടാളത്തിലെ ട്രെയിനിങ്ങാ? കുഞ്ഞി പട്ടിയെ പിടിക്കണ്ട നോക്കളെ. ഡാൻസിന് പോവാൻ പോണല്ലേ. ഇനി വാ. നിങ്ങളെ എടുത്തോണ്ട് വരാം. പിന്നെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പോയി ബക്കറ്റ് എടുത്തോണ്ട് വരാം. ഇതിന് ചവറിരിക്കുന്ന ചവറ് കൊണ്ട് തട്ടാത്തെന്ത്? ചവറിരിക്കുന്നു കൊണ്ട് തട്ടാത്തെന്ത്? അടികള് കൂടല്ലേ. പോട്ടെ. നമുക്കേ അച്ചാമ്മയ്ക്കിന്ന് വെട്ടത്ത് ചോറ് കൊടുക്കാം. ഇരുട്ടത്ത് കിടത്തി ഉറക്കാം. ഇരുട്ടത്ത് ചോറ് കൊടുത്ത് വെട്ടത്ത് കിടത്തി ഉറക്കാം. മതിയല്ല? നമുക്കിന്ന് അച്ചാമ്മയുടെ മുറിയില് ലൈറ്റൊക്കെ അണച്ചു കളയാം കേട്ടാ. നമുക്ക് പേടിപ്പിക്കാം. പോട്ടെ. പേടിച്ചു ചോദിച്ചു. നിന്നോട് ആരെങ്കിലും ബക്കറ്റ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ? ഞാൻ അച്ചാമ്മയോടല്ലേ പറഞ്ഞ ബക്കറ്റ് എടുത്തോണ്ട് വരാൻ. നീ ഓടിപ്പോ എടുക്കാൻ പോയി എന്തിന്? പോട്ട് കേട്ടോ തങ്കമ്മേ. ചേട്ടനെ പോലെ
ചേട്ടൻ കണ്ടില്ലേ അച്ചാമ്മയുടെ അടുത്ത് കൊഞ്ചാടാനും കളിക്കാനും ഒന്നും പോവില്ലല്ല. അതുപോലെ മക്കളും ഒന്നിനും പോവല്ലേ കേട്ടാ. അച്ചാമ്മ ചില സമയത്ത് ഭയങ്കരിയ. അവള് പെട്ടെന്ന് എടുത്തപ്പോ അവർക്ക് ദേഷ്യം വന്നു. കുഴപ്പമില്ല. അച്ചാമ്മ ചില സമയത്തെ പങ്കരിയാണ് കേട്ടാ, പങ്കരി. അവൾക്ക് മനസ്സിലായി തുടങ്ങിയോ പൈസ ഇത് മനസ്സിലായി തുടങ്ങി. ഈ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവൾക്ക് നന്ദനും പണ്ട് ഇതുപോലെ ആയിരുന്നല്ല. നന്ദനും പണ്ട് ഈ പ്രായത്തിൽ ഇതുപോലെ ആയിരുന്നു. അവരാണെങ്കിൽ അന്ന് ശോഭനാണ് ഇങ്ങനെയുമല്ല, ഭയങ്കര ആക്റ്റീവായിരുന്നു. ആക്റ്റീവ് എന്ന് വെച്ചാൽ വേറെ ലെവല്. നെയ് കൊച്ചാകുമ്പോ ബക്കറ്റിലും തുണിയിലൊക്കെ പിടിക്കും കേട്ടല്ല. കൊച്ചു കുട്ടികൾ അങ്ങനെയാണ് കേട്ടാ. അവർക്ക് വീട്ടിലുള്ളവരെ പിടിക്കാൻ പറ്റുള്ളൂ, വെളിയിൽ പോയി പിടിക്കാൻ പറ്റോ? അതൊന്നും കേട്ട പാവം കാണിക്കൂല. ശരി. ആ ചെറുക്കൻ്റെ കൂടെ പറ. എന്തര് മരിച്ചിനി അമ്മ കോഴി മിനിഞ്ഞാന്നല്ലേ തിന്നതമ്മ? ഈ കമ്പും കൂടെ ഒക്കെ എടുത്തിട്ട് കോഴി മിനിഞ്ഞാന്നല്ലേ തിന്നത്? ഞാൻ തിന്നെങ്കിലും ഇന്ന് വെച്ചത് എനിക്ക് വയ്യ മക്കളെ. നീ ഇങ്ങോട്ട് പോ. അവരടുത്തൊന്ന് പോയാണ്. പോ, ശരിയാവൂല. പോ, ഞാൻ പിന്നെ തൂക്കാം. നീ കൊച്ചാണെന്ന് അവർക്കൊന്നും അറിയത്തൊന്നുമില്ല. നിന്റെ രീതികളും അവർക്ക് അറിയത്തില്ല. അമ്മ തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലേ വലിയ പ്രശ്നം വരും. ഊച്ചാണ്ടി വരും, ഊച്ചാണ്ടി. വാ കുഞ്ഞ, ഒരു കാര്യം ചെയ്യും. ഡാൻസിന് പോകാൻ സമയമായി. അച്ഛനോട് പോയിട്ട് വാ. അമ്മ കൈ എഴുപട്ടെ. വെള്ള പൈപ്പ് വന്നു. വല്ല ജോലിക്കാർ വെക്കുന്നു. ആ ചെറുക്കൻ ഇറങ്ങിയ എന്ന് പറയാ. കോഴിക്കറി ഇറച്ചി ചൂടാണ്. ചൂടത്ത് ഈ കോഴിക്കറിയൊക്കെ കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചൂട് സഹിക്കാൻ വയ്യ. പക്ഷെ കോഴി ഭയങ്കര ചൂടല്ലേ. അതുമല്ല മെനിഞ്ഞാന്നങ്ങണ്ടല്ലേ നമ്മള് നോണ് മെനിഞ്ഞാന്നല്ലേ അമ്മ കോഴി മെനിഞ്ഞാന്നാണ് വെച്ചത്. എങ്കി പിന്നെ കളകറിയേ നോക്കട്ടെ ഞാൻ കൊച്ചിന് ഡാൻസിനാകട്ടെ. കുഞ്ഞ ഒന്ന് വരട്ടിയത് അച്ഛാ. ബക്കറ്റ് പിടിച്ചു വാങ്ങിച്ചത്. ഡാൻസ് സ്കൂളില് ഡാൻസിലാക്കാറില്ലല്ലേ. പിന്നെ ആര് പറഞ്ഞു? ഇന്നലെ മറന്നുപോയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തരോക്കളെ എന്തിന് ബോട്ടിൽ വെള്ളം എടുക്കണം? ഇപ്പൊ പോയിട്ട് ഇപ്പൊ വരും. പുതിയ ശിവേര ബോട്ടിലായോ? ഉടുപ്പ് താത്തിട്ട് കുഞ്ഞാ. ഇനി ഒന്നും ചെയ്യില്ല. എപ്പോഴും ഇത് തന്നെ പറയണ. ഇനി ഒന്നും ചെയ്യൂല. കുറുമക്കറിയും ഇടിയപ്പം. പോയി കഴിക്കപ്പോ. കഴിച്ച കാപ്പി കഴിച്ചാ? കൊള്ളായിരുന്ന കറി? വരാം. പിന്നെ കണ്ട നിറച്ച് മൂത്ത് വന്നിക്കണ മുട്ടുവന്നാ? ശരി, നല്ല നിറച്ച് മുട്ടുവന്നല്ലേ.
നമ്മളെ ദോതുവിനെയൊക്കെ പൂട്ടിയിട്ടിരിക്കണേ, ജോലിക്കാരുള്ളതുകൊണ്ട്. വേണ്ട, നിറച്ച് മുല്ലച്ചി നിറച്ച് മുട്ട് വന്നു. ഇതിലെ കുറെ ഞാൻ പറിച്ച് വിളക്ക് വെക്കാം. ഓ ഓ ഓ പോയിട്ടോ. പൂ പറിച്ച് അമ്മ ഇന്ന് വൈകുന്നേരം പറിച്ചു തരാം. അമ്മയ്ക്ക് കൊണ്ടുപോകുന്ന പൂവാണ് നമ്മള്. അപ്പം മേലെ അച്ഛമ്മ ടാറ്റ കൊടുക്ക്. താത്ത ടാറ്റ കൊടുക്കുന്നേ, ടാറ്റ കൊടുക്ക്. സ്റ്റോറിയൊക്കെ പറഞ്ഞ് ക്ഷമാപണമൊക്കെ നടത്തി. ഇനി എന്നെ കൊന്നാലും ചെയ്യൂലെന്നും പറഞ്ഞിട്ടുണ്ട്. കള വേണം മറക്കാറില്ലേ? കള വാങ്ങിക്കാൻ മറക്കാറില്ലേ? കാള ഇറച്ചി വാങ്ങിച്ചോണ്ടായിരുന്നു, അത് മറക്കല്ല്. ഇന്ന് ഇറച്ചി തിന്നാ ചൂട് കയറി മനുഷ്യൻ ചാവും. അത് എന്നെ കൂട്ടായി എല്ലാരും എന്തേലും കൊണ്ട് അത് വെച്ചാതി പിഷു. ഓക്കെ, ഞാൻ പോട്ടാ. ആ തീർന്നു, കോംപ്രമൈസ് ആയി. ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടു. ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടു. കൊടുക്കണ ചേട്ടനെവിടെ? ആ ചേട്ടനും കിട്ടി. ഇപ്പൊ ആർക്ക് കുഞ്ഞാ കൊടു? ഹലോ ഗൈസ്, നമ്മള് ഡാൻസിന് പോകുന്നു. പറ. നമ്മള് ഡാൻസ് പോകുന്നു. അപ്പൊ ഈ നാടകം കണ്ടോളാം. കുറെ ദിവസമായി എന്നെ കണ്ടിട്ട് ഗൈസ് എന്ന് പറ. കൊറേ ഗൈസ് എന്നെ കണ്ടിട്ട് ആൾക്കാര്. അതുപോലെ ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായി, എനിക്കിപ്പൊ ക്യാമറയുടെ മുന്നേ വരെ നാണം വന്നു ഗൈസ് എന്ന് പറ. വയസ്സായില്ല. പറഞ്ഞു പറയിക്കണല്ല, കൊച്ചു കൊച്ചല്ലേ, അവൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ അറിയാവുള്ളൂ. ഞാൻ ഉടുത്തു. ടാറ്റാ. അമേരിക്കായിട്ടറിയാം. അപ്പോ ചെറുക്കാൻ കള വാങ്ങിക്കോന്തോ, മറന്നുപോന്തോ, എന്തൊരു പാടാന്തോ. കള വാങ്ങിക്കോന്തോ, എന്നാ കള ഇറച്ചി വെച്ച് വയ്ക്കണം. അവൻ കള വാങ്ങിക്കോന്തോ, അവൻ മറന്നുപോന്തോ, മറക്കട്ടെ, മറന്നു പോകന്തോ, മറന്നു പോവായിരിക്കും. മറന്നു പോകന്തോ, മറന്നു പോവുന്തോ, അത് തന്നെ, മറക്കുമെന്തോ ഒരു പാട. ഇതാടാ ജനലിനകത്ത്, ഇതാടാ ജനലിനകത്ത്. എന്റെ അച്ഛൻ കള വാങ്ങിക്കോ മറക്കോന്തോ. അച്ഛൻ മറക്കുമെന്ന്. ചെറുക്കന് ഭയങ്കര മറവിയാണല്ലേ എന്നെ. മിണ്ടാരടാ, നീ ഇനി മറക്കൂന്ന് പറയാൻ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അവരെ മറക്കാനും അല്ല. ശരി ശരി, നിങ്ങളിപ്പോ എങ്കിൽ പിന്നെ ചവറ് പറക്കേ, നോക്ക വരട്ടെ, വരുമ്പോ നോക്കാം. ഞാൻ എന്റെ ജോലി. ചേച്ചി ചേച്ചി, ചെറുക്കൻ്റെ കൂടെ മരിച്ചിനിക്കും കാളയൊക്കെ പറഞ്ഞേച്ചു വാങ്ങിച്ചോണ്ട് വരുമോ. മരിച്ചിനി കാളയും വാങ്ങിച്ചോണ്ട് വരാ പറഞ്ഞു. ചെറുക്കൻ്റെ കൂടെ പറഞ്ഞേച്ചു. എന്തൊരു പറഞ്ഞു? കളയിറച്ചിയും മരിച്ചിനി വാങ്ങിച്ചോണ്ട് വരാൻ. ചെറുക്കൻ മാറ്റോണ്ട് വരും. നിങ്ങളിങ്ങനെ തിന്നേരു വരി, ഞാൻ എന്റെ ജോലി ചെയ്യാം. അവിടെയൊക്കെ കിടക്കണം ചവറ് മാങ്ങ തറി കൊത്തി.
ചെറുക്കൻ ഇതുവരെ ഈ കണ്ടില്ല. ഇത്ര നേരമായിട്ടേക്ക് കണ്ടില്ല. എവിടെ പയ്യെ കിടക്കണമെന്നോ? ഇത്രയും നേരമായിരിക്കും കണ്ടില്ല. എവിടെ പോയി കിടക്കണമെന്നോ? കണ്ടില്ല. എത്ര നേരം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ്. അവനെ കണ്ടതേ ഇല്ല. എത്ര നേരം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ്. അവനെ കണ്ടതേ ഇല്ല. ഇത്ര നേരം എനിക്ക് കണ്ടില്ല. എത്ര നേരം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ്. കൊതിയായി മനുഷ്യന് വയ്യ. ഈ ചെറുക്കനി എവിടെ ചെന്ന് കിടക്കണത്? കളയെ കൊല്ലാൻ എന്തെങ്കിലും കൊണ്ടുവന്നാ മതിയായിരുന്നു. എനിക്കിനി കളയെ എന്തെങ്കിലും കൊണ്ടുവന്നാ മതി. കൊല്ലാൻ എന്തെങ്കിലും മാറ്റോണ്ട് അവൻ എന്തെങ്കിലും മാറ്റോണ്ട് വരും. അവൻ കോഴിക്കറിയാ എന്തെങ്കിലും മാറ്റോണ്ട്, കോഴിയിറച്ചിയ എന്തെങ്കിലും മാറ്റോണ്ട് വരും. അല്ലാതൊന്നും വരെയൊന്നുമല്ല. വരാന്ന് പറയാ അവിടെ തന്നെ ഇരിക്കാം. ഇങ്ങോട്ട് തട്ടിയിട്ട് അവിടെ തന്നെ ഇരിക്കാം. ഇങ്ങോട്ട് തട്ടിയിട്ട് വേണ്ട. ഇവിടെയൊക്കെ കിടന്നേക്കെ നുള്ളി പിറക്കി കൊണ്ട് തട്ടിയിട്ട് ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ പറഞ്ഞേക്ക കേക്കുവാൻ. ഞാൻ പ്രസവിച്ച മോനില്ലേ, കാള കിട്ടിയില്ല, കോഴി വാങ്ങിച്ചു. പിന്നെ എനിക്ക് എത്ര സുഖമായിട്ട് തോന്നി. കാള കൊള്ളൂലേ? എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവാ. തേങ്ങ അവിടെ കൊണ്ടിടമ്മ. അപ്പം അതേ നമ്മുടെ മരിച്ചീനി ഇതേടെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കാണ്. ക്യാമറമാൻ ഇട്ടേട്ടെ. ക്യാമറമാൻ കുഞ്ഞമ്മയെ വിളിക്കാൻ പോയിക്കണ്. ചേട്ടനെ മീൻ വാങ്ങാൻ പോയപ്പോഴത്തേക്ക് മീനും കൂടെ മേടിച്ചേ. അതിന് വേണ്ടി പോയപ്പം മാങ്ങ വാങ്ങിച്ചത്. അവിടെ ചവച്ചപ്പ ചടകനുണ്ടല്ലേ. ഫ്രണ്ടിൽ കൂടെ പോ മക്കളെ. ഇവിടെ ജോലി കിടക്കണടാ. കൊടുത്താൽ മതി, കുഴപ്പമില്ല. മാങ്ങ ഇരിക്കാനെ മുറിച്ച് പിന്നെ കൊടുക്കാം. ഒരുപാട് പേർക്ക് കഴിക്കാതിരിക്കുകയല്ലേ. ഛേ, ഒരുപാട് മാങ്ങ ഇരിക്കുകയല്ലേ. കറിയായി പതുക്കെ വയ്ക്കണോളൂ. പെട്ടെന്ന് കറി വഴി തന്നെ പതുക്കെ വയ്ക്കണോളൂ പിന്നെ. ഇനി നമുക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാവേ. ക്യാമറമാൻ്റെ അഭാവം കൊണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. എല്ലായിടത്തും ഞാൻ തന്നെ ഓടിയെത്തണമല്ലോ. എൻ്റെ മുഖം ഇവിടെ ജോലി കിടക്കണം. അതുകൊണ്ട് ഇറങ്ങാനും പറ്റൂല, കയറലും പറ്റൂല. വേണ്ട കേട്ടോ, ആക്കി ബുദ്ധിമുട്ടാണ് ആക്കി. നീ ജോലിക്കാരനെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. വേണ്ട, ഇത് സ്വീറ്റ് അമ്മ മീൻ ഇറക്കുന്നുണ്ട്. കാക്ക എടുക്കാതിരിക്കാനായിട്ട് കാവലാണ്. തിരച്ച് മീൻ വാങ്ങിച്ചു. ഇന്നത്തേക്കല്ല കേട്ടോ, നാളത്തേക്കാണേ. വേണ്ട, തിരച്ച് അരിഞ്ഞുകൊണ്ടിടുന്നു. കറിയുടെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാവും ആയി കഴിയും. അവിടെ നമ്മുടെ മരിച്ചീനി വാഴയിട്ടേ ചിക്കനായത് കണ്ടില്ലല്ലേ. പ്രിപ്പറേഷൻ മൂടെ കണ്ടുള്ളൂ. അപ്പം ഇത് നമ്മുടെ രശ്മി ചേച്ചി വന്നപ്പോൾ അവർ നമ്മളെ ദോശ കഴിച്ചിട്ട് എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ടേസ്റ്റ് കിട്ടിയെന്ന് പറയാം. അപ്പം ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ എന്നാലും അതിലൊരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്ന് സൗണ്ട് ഉമ്മ നീ ചെയ്യുന്ന എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു തന്നേക്കണേന്ന് പറഞ്ഞു. എന്താണെന്നറിയാം, ഇത് ഉഴുന്ന് ഉലുവയായിട്ട് ഇതാ പകുതി അരഞ്ഞേ. വേണ്ട, ഈ പരുവായി വേണ്ട. ഇനി ഇതിലോട്ട് ഞാൻ ചോറിടുന്നു.
റേഷനരി ചോറാണേ. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾ റേഷനരി കഴിക്കാറുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റേഷനരി. അമ്മ വരുമ്പോൾ മാത്രം സുലേഖരി അല്ലെങ്കിൽ നേരെ വെക്കുള്ളൂ. കാരണം അമ്മയ്ക്ക് രണ്ട് ഏതെങ്കിലും ഒന്ന് വേണമെന്നുണ്ട്. ഞങ്ങൾക്ക് റേഷനരിയാണ് ഇഷ്ടം. അപ്പോൾ അതാണ്ട റേഷനരി ചോറാണേ. അതൊരു പകുതി അരവായപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കിയേ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും അരച്ചിട്ടേക്കുക, അരിഞ്ഞിട്ടേക്കുക. ഇനി ഇതിനെ ഇവിടെ കൂടെ അങ്ങ് തട്ടി കൊടുക്കും. ഇപ്പോഴൊന്നും ഞാൻ വെള്ളം ഒഴിക്കൂല കേട്ടോ. ഇളക്കിയൊന്നും കൊടുക്കണ്ട, ഗ്രൈൻഡർ ചെയ്യുന്ന അത് കിടന്ന് എല്ലാം കൂടെ മിക്സ് ആയിക്കോളും. നമ്മൾ ഗ്രൈൻഡർ ഇപ്പം നമ്മുടെ പഴയ അടുക്കളയിലാണ് ഇരിക്കണേ. എവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാവരും വെളിയില്ല. എന്നിട്ട് ഇങ്ങനെ അത് ഞാൻ ഇട്ട് കൊടുക്കും. ഈ കുറുക്കിൽ കിടന്ന് വേണം ഇത് അരഞ്ഞ് വരാനേ, ഇല്ലെങ്കിൽ നല്ല വെള്ളമായി പോകും. അപ്പൊ ഇതിൽ ചുടുന്ന ദോശയും ഇഡലിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതിൽ തന്നെ കിടന്ന് ഇത് അരഞ്ഞ് വരും. അരഞ്ഞ് ഫുള്ളോ പാകം ആകുമ്പോഴത്തേക്കും ഒരിത്തിരി വെള്ളം ഒഴിച്ച് ചുറ്റും വഴിച്ചെടുത്ത് ഒന്നും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ പാചകം നടക്കുന്നതിന്റെ കൂട്ടത്തിൽ നടക്കുന്ന ജോലികൾ കൂടെ എല്ലാ ജോലിയൊന്നും കാണിക്കാൻ പറ്റില്ല. കാര്യം ക്യാമറമാൻ്റെ അഭാവമുണ്ടേ. അപ്പൊ പറ്റുന്ന ജോലികൾ ഇങ്ങനെ കാണിക്കുക. ഇതിനിടയ്ക്ക് എന്തെല്ലാം ജോലി കഴിഞ്ഞു പോലെ പല ജോലികളും കഴിഞ്ഞു. എന്നാലും പറ്റുന്നത് കാണിക്കും. ഇനി അവിടെ ചിക്കൻ കറി അവിടെ ആയിട്ടുണ്ട്, ലാസ്റ്റ് കാണിക്കാവേ. ഓമൻ എവിടെ നിന്ന് വൈകുന്നേരത്തെ ഗോബി മഞ്ചൂരിക്കുള്ള പ്രിപ്പറേഷനാണ്. സാധാരണ ഞാൻ പച്ച ക്യാപ്സിക്കാണ് എടുക്കണത്. ഇന്ന് ചുമന്ന ക്യാപ്സിക്കം മേടിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു സൈഡിൽ ഒരാളത്, പിന്നെ ശോഭന മിക്കവാറും റൂമിലായിരിക്കുവേ. നമ്മളെ മാവ് അരഞ്ഞിട്ടുണ്ടെന്ന് കൈന്നിട്ട് നോക്കിയില്ല. ഒരു ഏകദേശം ഊഹം വെച്ചിട്ട് നമുക്കറിയാം അരഞ്ഞിട്ടുണ്ടാവും. കൈയൊക്കെ മുഴുവൻ കരി. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ അടച്ചിടണ്ട. ഇത് മാറ്റിയിട്ട് അടച്ചങ്ങ് വയ്ക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതിരുന്ന് തന്നെ പൊലിക്കും. എന്നിട്ട് ഞാൻ മാറ്റുള്ളൂ. എന്തെന്നറിയോ, പാത്രത്തിലാക്കി വെച്ചിട്ട് പൊലിച്ച പാത്രം പൊങ്ങിക്കളയേ. മറ്റേ ഇതിരുന്ന് തന്നെ പൊലിക്കുമ്പം 2 പാത്രത്തിലങ്ങ് ആക്കിയാതെയല്ല. വൈകുന്നേരം ദോശയായിരിക്കും. ഇനി സാമ്പാർ വെക്കാൻ പോകണം. സാമ്പാറല്ല, ഗോബി മഞ്ചൂരി. നാളത്തേക്ക് സാമ്പാർ, ഗോബി മഞ്ചൂരി വെക്കാൻ പോകണം. ഇങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്ക് പല്ലിയും പാറ്റയൊന്നും വീഴൂല. അല്ലെങ്കിൽ ഇതിരുന്നാ പൊങ്ങിയിരിക്കും, അപ്പൊ പല്ലി പാറ്റ വീഴും. അപ്പം ഓക്കെ, ഇനി നമ്മുടെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്ക് നമ്മളുടെ കിച്ചണിലോട്ട് വരാം. കിച്ചണില് കറിയുണ്ടില്ലല്ലോ. കറി എവിടെ? നമ്മുടെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ കാണാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ മരിച്ചിനി ഇത് റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ ചിക്കൻ കറി ഞാൻ സെപ്പറേറ്റ് ആക്കി. എല്ലാം കൂടെ പാത്രങ്ങൾ നിരത്തി വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. മരിച്ചിനി ഇരത്താവി, ചിക്കൻ കറി. ഹായ്. ഇനി ഇതാണേ നമ്മുടെ ഗോബി മഞ്ചൂരിക്ക് കോളിഫ്ലവർ പുരട്ടി വെച്ചേക്കുന്നത്. ഇതിനെ പൊരിച്ചിട്ടാണ് ഇനി ഗോബി മഞ്ചൂരി ആക്കുന്നത്. ഇവിടെ കുറച്ചൊന്നും തികയൂല, നിറച്ച് വേണം. ഇത് എല്ലാവരും ഇത് ക്യാപ്സിക്കോ, തക്കാളി, സവാള, ഇതില് പച്ചമുളകൊക്കെ ഇടുവേ. അപ്പൊ തുറന്നപ്പോ ഒന്ന് ഇങ്ങനെ മൂക്കും വെച്ചോണ്ടിരിക്കും ആരെങ്കിലും പറഞ്ഞ. അപ്പൊ നമുക്കിനി ഭക്ഷണത്തിലോട്ട് പോവാവേ. എല്ലാവർക്കും ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായി. കുറച്ച് തിന്നുന്നവർക്ക് കൊച്ചു പാത്രം, നിറച്ച് തിന്നുന്നവർക്ക് വലിയ പാത്രം. ഇവിടെ ഞാൻ നന്ദപ്പൻ, അമ്മ ഇവിടെ കുറച്ച് കഴിക്കും. എന്തിപ്പോ അങ്ങനെ ഒരു നിനക്ക് വാരി തരണോ? നീ തിന്നോ? ശരി, കവി എടുത്തോട്ടെ. കരാട്ട അല്ലടി, പാത്രത്തിലെ വെള്ളം കളയണം. അല്ലടി, സാധാ ചോറ്. നന്ദന് ഇത്രയും ചോറ് മതിയല്ല മക്കളെ? മതിയല്ല? മരിച്ചിനുണ്ട് അത്രയും കഴിക്കുവോ? മരിച്ചിനുണ്ട് അത്രയും കഴിക്കോ? ഓ
അമ്മ കുഞ്ഞയ്ക്ക് വാരി തരണോ അല്ലേ? അപ്പൊ അമ്മക്ക് ഓക്കെ. അയ്യോ ചോറ് താഴെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ചേട്ടന്, ഇത് ആർക്ക്, നന്ദപ്പന്, ഇത് അമ്മയ്ക്ക്, എനിക്ക്, ഇത് അമ്മയ്ക്ക്. അപ്പൊ അതേണ്ട ഒരു പ്ലേറ്റ് ഇവിടെ ഒഴിഞ്ഞിരിപ്പുണ്ട്. ഈ പ്ലേറ്റ് എന്താന്ന് വിചാരിക്കും, ഇത് നമ്മുടെ ഷോബൂസിന്റെ പ്ലേറ്റ് ആണേ. ഷോബൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കൂല. അച്ചാമ്മക്ക് ഇത് അച്ചാമ്മക്ക്. അപ്പൊ അമ്മ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കൂലെന്ന് എല്ലാവർക്കും അറിയാലോ. മരിച്ചിന് ഉള്ളത് കൊണ്ട് മരിച്ചിന് കൊടുത്താൽ കഴിക്കും, ചോറ് വേണ്ട. നമുക്കൊക്കെ കുറച്ച് മരിച്ചിന് മതിയേ, നിറച്ച് വേണം പക്ഷെ തികയൂല, തീർന്നു പോയി. ഒരു കിലോ മരിച്ചിന് വെച്ചാൽ എത്ര ഉണ്ടാവും? അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് നന്ദന്റെ കുഞ്ഞാ, ഇതാരത്? ഇതെന്റതല്ലേ? ഇവിടെ മുഴുവൻ പൊടിയായോണ്ട് അമ്മയ്ക്ക് ഇവിടെ ഒന്നും ഇരുത്തി കൊടുക്കാൻ പറ്റൂല. അമ്മയ്ക്ക് അമ്മേരെ വീട്ടിൽ വെച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങ് കൊണ്ട് കൊടുക്കാവേ. നമുക്ക് അമ്മ ഇപ്പൊ വീട്ടിൽ ഇരിക്കുവാണ്, അങ്ങ് കൊണ്ട് കൊടുക്കാം. ഇത് ചേട്ടന്റെ ചോറ്, ചേട്ടൻ കഴിച്ചോളൂ. വാവ ഇരിക്കുക, അമ്മ ഇപ്പൊ ഒന്ന് വാരിത്തരാമേ. ബാ ബാ നന്ദൂസേ, ഇവിടെ നിന്ന് കഴിക്കാം. അമ്മ അച്ചാമ്മ കൊടുത്തിട്ട് വരട്ടെ. അമ്മച്ചി വയറൊക്കെ ലൂസായി കിടക്കണോണ്ട് സൂക്ഷിക്കണം. ചീറ്റി അങ്ങോട്ട്. ചീറ്റമ്മ അവള് വരട്ട്, ഇങ്ങനെ ആട്ടി ആട്ടി എന്റെ പുറകെ അങ്ങറ്റം. ഉണരുവിൻ, നിങ്ങൾ ഉറക്കത്തിലാണ്, ഉണരുവിൻ. ചോറ് വേണ്ടേ? അപ്പൊ ഇത് തിരിച്ചു കൊണ്ടുപോട്ടാ? അതെങ്ങനെ മനസ്സിലായി കിഴങ്ങാണെന്ന്? കൊള്ളാമോ? ഇല്ല, കഴിക്കാം കഴിക്കാം. നിങ്ങൾ അത് കുഴപ്പമില്ല, ഞാൻ കഴിക്കാം. ശരി, നിങ്ങൾ കഴിക്കാം. ഞാൻ പോട്ടാ, ഞാൻ പോയി കൊച്ചിന് കൊടുക്കട്ടെ കേട്ടാ. ഓ ശരി. അപ്പം ഷോബൂസിന്റെ മരിച്ചീനിയും കോഴിക്കറിയായിട്ടുള്ള ആഗ്രഹം നിറവേറ്റിയിട്ടുണ്ടേ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ. ടാറ്റ കൊടുക്കമ്മ. പിള്ളേര് കഴിക്കാനുള്ളത്